ഹൃദയാഘാതം ഉണ്ടാക്കുന്നതിൽ കൊളസ്ട്രോളിന് ഭയങ്കര റോളുണ്ട്. കൊളസ്ട്രോളിൽ തന്നെ ഗുഡ് കൊളസ്ട്രോളും ബാഡ് കൊളസ്ട്രോളും ഉണ്ട്. ബാഡ് കൊളസ്ട്രോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, LDL ആണ് ബാഡ് കൊളസ്ട്രോൾ. എന്നാൽ LDL ഒറ്റക്കാണോ ബാഡ് കൊളസ്ട്രോൾ? LDL അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കൊളസ്ട്രോൾ ആണ്. LDL ഉണ്ട്, VLDL ഉണ്ട്, ലിപ്പോപ്രോട്ടീൻ ഉണ്ട്, അങ്ങനെ. ഇനി നമ്മളിപ്പം ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബാഡ് കൊളസ്ട്രോളുകളുടെ മൊത്തത്തിലുള്ള അളവ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ApoB എന്ന് പറയുന്ന ടെസ്റ്റ്. ApoB ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ബാഡ് കൊളസ്ട്രോളിൻ്റെയും കൂടെ ഒരു കാരിയറായിട്ട് ApoB ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ApoBയുടെ അളവ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മൊത്തം ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അതോടൊപ്പം 20% ആൾക്കാരിൽ ജനിതകമായ കാരണങ്ങൾ കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുക? അതൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടെത്താമെന്ന് പറയുന്നത് ലിപ്പോപ്രോട്ടീൻ എ എന്ന് പറയുന്ന ഒരു ടെസ്റ്റിലൂടെ ജനിതകമായ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ലൈഫിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. നോർമൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് ലിപ്പോപ്രോട്ടീൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അയാളുടെ ഹാർട്ട് അറ്റാക്ക് സാധ്യത 30 മുതൽ 50% വരെ കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലിപ്പോപ്രോട്ടീനും അപ്പോലിപ്പോപ്രോട്ടീനും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയരോഗത്തെ മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.